എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ്. ഷോൾഡർ ജോയിൻ്റ് ആണ് ഇതിൽ കാണിക്കുന്നത്. ലൈനിങ് കുർത്തി ഷോൾഡർ ജോയിൻറ്റ്. അപ്പോൾ ഇത് നോക്കുക, ബാക്ക് പീസാണ് നമ്മുടെ ലൈനിങ് കുർത്തിയുടെ ബാക്ക് പാനലാണിത്. അപ്പോൾ നോക്കുക, ഒരു സൈഡ് ലൈനിങ്ങും ഒരു സൈഡ് മെയിൻ പാനലും, അതുപോലെ ഒരു ക്രോസ് പീസും നെക്കിൽ വെച്ച് തയ്ച്ചിട്ടുണ്ട്. ക്രോസ് പീസ് തയ്ച്ചിട്ടുള്ളത് ഇത് സിബുള്ള കുർത്തി ആയതുകൊണ്ടാണ് ക്രോസ് പീസ് വെച്ച് തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഫ്രണ്ട് പാനൽ എടുക്കുക. ഫ്രണ്ട് പാനലിൽ ലൈനിങ് വെച്ച് തയ്ച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പാനലിൻ്റെ ബാക്ക് പാനലിൻ്റെ നല്ല വശം കൂട്ടി ഇങ്ങനെ വെക്കുക, ഷോൾഡർ ടു ഷോൾഡർ. അതിനുശേഷം ഈ ക്രോസ് പീസിനെ ആദ്യം ഇങ്ങോട്ട് മടക്കുക. ക്രോസ് പീസിനെ ആദ്യം ഇങ്ങോട്ട് മടക്കിയിട്ട് ക്രോസ് പീസ് തിരിച്ചൊന്നുകൂടി മടക്കുക. കാരണം നമുക്ക് മടക്കി തയ്ക്കാനുള്ള ആ മടക്ക് ആദ്യം തന്നെ അങ്ങനെ മടക്കി വയ്ക്കുക. അതിനുശേഷം ബാക്ക് പീസിൻ്റെ ലൈനിങ് തുണീനെ ഇതുപോലെ ഇങ്ങോട്ട് വളച്ചെടുക്കുക. പിന്നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ കറക്റ്റായി ചുറ്റി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് എല്ലാത്തിൻ്റെയും തല ഒരുമിച്ചാക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഈ പിടിച്ചിട്ടുള്ള ഭാഗം നല്ല ടൈറ്റിൽ പിടിക്കണം. അവിടെ അനങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻറ്റ് കറക്റ്റ് ആവില്ല. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഫസ്റ്റ് ആ ജോയിൻറ്റ് ചെയ്ത് പിടിച്ച ഭാഗം കറക്റ്റ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത് അതേ തയ്യൽ തുമ്പ് വെച്ചിട്ട് നിങ്ങൾ തയ്ച്ചു കഴിഞ്ഞാൽ വേറെ പണിയൊന്നുമില്ല. വളരെ ഈസിയാണ് ഷോൾഡർ ജോയിൻറ്റ് ഇൻവിസിബിൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അടുത്ത ഒരു ഷോൾഡറും കൂടി ജോയിൻ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കിത് വളരെയധികം ക്ലിയർ ആവും. നോക്കുക, ഓൾറെഡി നമ്മളുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് കണ്ടു. തിരിച്ചൊന്ന് മടക്കി കഴിഞ്ഞാൽ നമ്മളുടെ ജോയിൻറ്റ് ഇൻവിസിബിൾ ആയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഈ ക്രോസ് പീസ് നമ്മൾ വെച്ച് തയ്ച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹെം ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം കൂടി ക്ലിയർ ആവും. അപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് ഇതിൽ ഇത്രയാണ് ഉള്ളൂ. ജസ്റ്റ് അടുത്ത ഷോൾഡറും കൂടി ജോയിൻ ചെയ്യണത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഇത് ഫസ്റ്റിൽ പിടിക്കുന്ന ആ പിടുത്താണ്. ഇത് കൂട്ടി വെച്ച് പിടിക്കുന്ന ഈ പിടുത്തം കറക്റ്റ് ആവണം. ഇവിടെ നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജോയിൻറ്റിൽ തെറ്റും. അപ്പോൾ ഒന്ന് കയറിയും ഒന്ന് ഇറങ്ങിയും വരും. അപ്പോൾ അത് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് തന്നെ അതവിടെ പിടിക്കണം. ഉണ്ടോ, ആദ്യത്തെ പീസ് ഇങ്ങനെ മടക്കുക. അപ്പോൾ നമ്മൾ സാധാരണ കുർത്തിയിലാണെങ്കിൽ ഈ ഒരു ക്രോസ് പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ ചെയ്യുന്ന ഇതേപോലെ തന്നെ ഈ ക്രോസ് പീസിനെ ആദ്യം ഇങ്ങനെ വെക്കുക, മടക്കി വയ്ക്കുക. എന്നിട്ട് തയ്ച്ചു കഴിഞ്ഞാൽ ആ ഭാഗം ഇൻവിസിബിൾ ആവും. നമുക്ക് പുറത്തുനിന്ന് കഴുത്തുനിന്ന് നോക്കിയാൽ കാണില്ല. ഇത് ലൈനിങ് കൂടി ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈനിങ് കൂടി കവർ ചെയ്ത് മടക്കണം. ഇത്രയാണ് ഇതിൽ പണിയുള്ളൂ. അപ്പോൾ ബിഗിനേഴ്സ് ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഒരു കുർത്തിയിൽ ഇത് നോക്കി നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും അതോടുകൂടി ക്ലിയർ ആയിക്കോളും. അപ്പോൾ രണ്ട് പ്രാവശ്യം വേണമെങ്കിൽ നിങ്ങൾ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ഇതൊരൊറ്റ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ട് ഷോൾഡറും ഇതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ ചെറിയൊരു വീഡിയോ ആണ് എന്നുള്ളതാണല്ലോ, പക്ഷെ നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് ഇതിൽ ഞാൻ വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക. നോക്കുക, നമ്മളുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇപ്പോൾ രണ്ട് ഭാഗവും നമ്മൾ ജോയിൻ ചെയ്തു. നമ്മുടെ രണ്ട് ഷോൾഡറും ഇൻവിസിബിളായി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക ബിഗിനേഴ്സ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ കഴിയാണ്. അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഷോൾഡർ കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.